നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ, അമേരിക്ക, ഹൂതികൾ ഈ സംഘർഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഡിസംബർ 28-ന് MQ-9 എന്ന് പറയുന്ന അമേരിക്കയുടെ വിശ്വവിഖ്യാതമായ റീപ്പർ തങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്ന് ഹൂതികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ 2025 തുടക്കത്തിൽ ജനുവരി ആദ്യ ദിവസം തന്നെ അവരുടെ മറ്റൊരു MQ-9 റീപ്പർ ട്രോൺ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുവാൻ കഴിഞ്ഞുവെന്ന് ഹൂതികൾ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഹൂതികളും അമേരിക്കയിലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു വ്യാപ്തിയാണ്. ഹൂതികൾ നിരന്തരമായിട്ട് അമേരിക്കയുടെ MQ-9 പോലെയുള്ള വിഖ്യാതമായ അവരുടെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും കരുത്തുറ്റ ആയുധമായ MQ-9 റീപ്പറുകളെ തകർക്കുവാൻ ഹൂതികൾക്ക് കഴിയുന്നു എന്നത് വളരെ വലിയ ഒരു ചർച്ചയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ അമേരിക്കയുടെ ഈ ആയുധത്തിൻ്റെ ഒരു നിർമ്മാണ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഹൂതികളുടെ ഒരു വിജയത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 260 കോടി രൂപ ഇന്ത്യൻ കറൻസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിർമ്മാണ ചിലവ് വരുന്ന ഈ MQ-9 റീപ്പർ വിമാനങ്ങൾ തകർക്കുവാൻ ഹൂതികൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് എന്ന് വിളിക്കാവുന്ന തരം മിസൈലുകൾ ഉപയോഗിച്ചാണ്. നമ്മൾ കുട്ടയും വട്ടിയും അച്ചാറുമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അവർ സ്വയം വികസിപ്പിച്ചെടുക്കുന്ന മിസൈലുകൾ വെച്ചാണ് എന്ന് പറയുമ്പോഴാണ് അമേരിക്കയ്ക്ക് കേൾക്കുന്ന ഒരു പ്രഹരത്തിൻ്റെ വ്യാപ്തി നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഹൂതികൾ ഇസ്രായേലിനെതിരെ ഹൈപ്പർ സോണിക് മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 11 മിനിറ്റിൽ 2500 കിലോമീറ്ററുകളൊക്കെ താണ്ടി വരുവാൻ ശക്തമായ സഞ്ചാര വേഗവുമൊക്കെയുള്ള സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ കാരണം 2500 കിലോമീറ്റർ അധികം ദൂരമുണ്ട് ഇസ്രായേലും യമനുമായിട്ട് എന്നതുകൊണ്ട് ഇത്രയും വലിയ മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ളൊരു ആക്രമണത്തിന് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഡ്രോണുകളൊക്കെ ആക്രമിക്കുവാൻ ഹൂതികൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആയുധങ്ങളാണ് എന്നതാണ്. അതാണ് അമേരിക്കയുടെ ഒരു പ്രതിരോധ ബഡ്ജറ്റിനെ താറുമാറാക്കുന്ന ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത് എന്ന് പറയുവാൻ കാരണം. പ്രത്യേകിച്ചും ഇസ്രായേലിനെയും അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ചെങ്കടൽ വഴിയുള്ള ഇസ്രായേലിൻ്റെ വ്യാപാരത്തെ ഹൂതികളുടെ ആക്രമണം വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ 2-3 ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ ചെങ്കടൽ ഹൂതികൾ ആക്രമിക്കുന്നത്. ഇസ്രായേലിൽ ആഹാര പദാർത്ഥങ്ങൾ, അവശ്യ സാധനങ്ങൾ, ഫാക്ടറിയിലേക്ക് അസംസ്കൃത സാധനങ്ങൾ എന്നിവ കയറ്റി വരുന്ന കപ്പലുകളാണ് ഹൂതികളുടെ ആക്രമണത്തെ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇത്തരം സാധനങ്ങളുടെ വിപണനത്തിന് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് ഇത്തരം സാധനങ്ങൾ എത്തിക്കുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ തേടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിൽ സാധനങ്ങളുടെ വില വളരെ അധികം ഉയരുന്നു എന്നൊരു സത്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഹൂതികളുമായിട്ടൊരു വെടിനിർത്തൽ കരാറിന് തയ്യാറായേക്കാം എന്നുള്ള ചില ചർച്ചകളൊക്കെ വരുന്നത്. ഇസ്രായേലിനെയും അമേരിക്കയും ഹൂതികളുടെ ആക്രമണം വളരെ അധികം ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും സാമ്പത്തിക സ്രോതസ്സുകൾ ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു ആക്രമണമാണ് ഹൂതികൾ നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നടത്തിയത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളായിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ വല്ലാതെ വലയ്ക്കുന്നത് സാമ്പത്തിക സ്രോതസ്സുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രത്യേകിച്ചും ഈ കപ്പലുകളും അതുപോലെയുള്ള അവശ്യ സാധനങ്ങൾ വരുന്ന മാർഗങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഹൂതികളുടെ ആക്രമണമാണ് എന്നൊരു യാഥാർത്ഥ്യം വന്നു നിൽക്കുകയാണ്. മറ്റൊന്ന്, അബൂ സഫിയ എന്ന് പറയുന്ന കമാൽ അദ്വാൻ ഹോസ്പിറ്റലിലെ ഡയറക്ടറുടെ അറസ്റ്റിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെയൊക്കെ ഫലസ്തീനികൾ വളരെ വിലമതിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ അബൂ സഫിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും അറബ് മാധ്യമങ്ങൾ. കാരണം അദ്ദേഹത്തിന് പല പ്രാവശ്യവും ഇസ്രായേൽ ശക്തമായ ഭീഷണി കൊടുത്തിരുന്നതാണ് അബൂ സഫിയ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നിർത്തണം എന്ന പേരിൽ, കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നിർത്തണം എന്ന പേരിൽ. പക്ഷേ അദ്ദേഹം ആ ഭീഷണികളെയൊക്കെ തൃണവത്കണിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു. ലോകത്തെ ഏതൊരു ജനതയും പോലെ ഫലസ്തീൻ ജനതയ്ക്കും സ്വതന്ത്രമായി ചികിത്സ നടത്തുവാനും സ്വന്തം രാജ്യത്ത് ശുദ്ധവായു ശ്വസിച്ചു ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകന് നഷ്ടമായത്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഹോസ്പിറ്റൽ കമാൽ അദ്വാൻ എന്ന് പറയുന്ന അവശേഷിച്ച ഗാസയിലെ ഏക ഹോസ്പിറ്റലും അടയ്ക്കുവാനുള്ള ഇസ്രായേലിൻ്റെ ഭീഷണിയെ തൃണവത്കണിച്ചതുകൊണ്ടാണ്
അത് അവഗണിച്ചതുകൊണ്ടാണ് തൻ്റെ മകൻ ഇബ്രാഹീമിനെ തനിക്ക് നഷ്ടമായതെന്നും ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ മകനെ കൊല ചെയ്തതെന്നും. കമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് സമീപത്ത് തന്നെയുള്ള താൽക്കാലികമായ ഒരു കബറിടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകനെ അടക്കിയിരിക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം അബൂ സഫയ്ക്കെതിരെ ആക്രമണമുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാന പ്രാവശ്യം അദ്ദേഹത്തെ വളരെ ക്രൂരമായി തന്നെ ആക്രമിക്കുകയും അദ്ദേഹം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് തൻ്റെ നിശ്ചയദാർഢ്യത്തെ, തൻ്റെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാനുള്ള തൻ്റെ നിശ്ചയദാർഢ്യത്തെ യാതൊരു ആക്രമണത്തിനും, ഇസ്രായേലിൻ്റെ ഏതൊരു സയനിസ്റ്റ് ഭീഷണിക്കും ഏതൊരു മിസൈലിനും തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നതല്ല. അത്രമേൽ മികച്ചതാണ് തൻ്റെ ആത്മാഭിമാനവും തൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയും എന്ന് അദ്ദേഹം അടിയുറച്ചു പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് പാർപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. അതിന് ഹമാസിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്ത 240 ഡോക്ടർമാരും നഴ്സുമാരുടെയും ജീവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനായിരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പക്ഷം ഇസ്രായേലിനേക്കുന്ന ആഘാതം ശക്തവുമായിരിക്കും എന്ന രീതിയിലാണ് ഹമാസിൻ്റെ പ്രതികരണം ഉണ്ടായതായി പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരുപാട് ധീരയോദ്ധാക്കന്മാരുടെ മരണമാണ് ഈ അടുത്ത സമയങ്ങളിലേക്ക് കടന്നുപോയത് എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. എന്തായാലും തൽക്കാലം ഞാൻ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചനം അത് അനധിവിദൂരം അല്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. അതുപോലെ കൂടുതൽ അനുകൂലമാവുകയാണ് ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ വിമോചനവും അവരുടെ സ്വതന്ത്ര സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളുടെ ഒരു വിശകലനം. ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വാർത്തകളുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരിച്ച് സ്വതന്ത്ര രാജ്യങ്ങളായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും എപ്പോഴും. കാരണം ഇരു രാജ്യത്തെയും ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. മറ്റൊന്നത് കൂടി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് വരുന്ന ഇസ്രായേലിലേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ ശതമാനക്കണക്കുകൾ കുറയുന്നു എന്നാണ്. കാരണം ഹിസ്ബുള്ളയും ഹമാസും ഇപ്പോൾ ഹൂതികളുമൊക്കെ ശക്തമായ ആക്രമണം ഇസ്രായേലിന് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് പുറത്തുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജൂത കുടിയേറ്റക്കാർ, നമുക്കറിയാവുന്നതുപോലെ തന്നെ കൂടുതൽ ജൂത കുടിയേറ്റക്കാർ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. കാനഡ, അമേരിക്ക, റഷ്യ മുതലായ രാജ്യങ്ങളിൽ നിന്നാണ്. അവരിപ്പോൾ ഇസ്രായേലിലോട്ട് വരുവാൻ ഭയക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 82,700 ജൂതന്മാർ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പൗരത്വം ഉപേക്ഷിച്ച് അവർ വന്ന രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. 82,700 ആളുകൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേൽ ദ്വിരാഷ്ട്ര പൗരത്വമുള്ള ആൾക്കാരാണ്. രണ്ട് രാജ്യത്തെ പൗരത്വം അംഗീകരിക്കുന്ന രാജ്യമാണ്. ഈ ഇസ്രായേലിലെ പൗരത്വത്തോടൊപ്പം തന്നെ റഷ്യ, അമേരിക്ക, കാനഡ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ കൂടി പൗരത്വം അവർ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, ഇസ്രായേലിലെ ജീവിതം ദുസ്സഹമായതുകൊണ്ട് അവർ വന്ന രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഏകദേശം 82,700 പരം ആളുകൾ മടങ്ങിപ്പോയി എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. കാരണം ഫലസ്തീനികൾക്ക് പോകുവാൻ വേറെ രാജ്യങ്ങളില്ല. കാരണം ഫലസ്തീനികൾ അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു വീഴണം. അതുകൊണ്ടാണ് അവരുടെ പോരാട്ടങ്ങൾ കഠിനമാകുന്നതും ദൃഢമാകുന്നതും. പക്ഷേ ഇസ്രായേലികൾ പൗരത്വമുള്ളതായതുകൊണ്ട് ഇസ്രായേലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഹിസ്ബുള്ളയോ അതുപോലെ ഹമാസോ ഒക്കെ ആക്രമിക്കുമ്പോൾ അവർക്ക് അവരുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും രണ്ട് രാഷ്ട്രവും സ്വതന്ത്രമായി പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാഷ്ട്രങ്ങളും സ്വതന്ത്ര പുലരി ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.